എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗെറ്റ് ഇനഫ് റെസ്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട എന്താണ്, നമ്മൾ നിരന്തരമായിട്ട് ജോലി ചെയ്യണം എന്നുള്ളത് ഒരു നേതാവിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ് വിശ്രമം, റെസ്റ്റ്. പക്ഷേ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശ്രമം വേണം. പക്ഷെ ആ വിശ്രമം മാത്രം അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. കാരണം അന്നേരം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് മടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മടിയന്മാരായിട്ട് മാറും. ഒരിക്കൽ നമ്മൾ ആ ഒരു മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മുക്തമാകാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു രാജാവ് എങ്ങനെ പ്രവർത്തിക്കണം, ഒരു രാജാവിൻ്റെ ദിനചര്യകൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് വിശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഒരു രാജാവിന് 24 മണിക്കൂറിൽ 6 മണിക്കൂർ വിശ്രമം വേണം. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒരല്പം സമയം കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂറും, അതേപോലെ തന്നെ രാത്രി ഒരു 4.5 മണിക്കൂറും. അപ്പോൾ 1.5യും 4.5യും 6 മണിക്കൂർ ഒരു ദിവസം വിശ്രമം മതി. പക്ഷെ നല്ല രീതിയിലുള്ള അഗാധമായിട്ട് നമുക്കൊന്ന് ഉറങ്ങാൻ സാധിക്കണം. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ, ആ സമയം കഴിഞ്ഞ ഉടനെ തന്നെ എണീറ്റ് നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതല്ല ഉറക്കം എണീറ്റതിന് ശേഷം കുറേ നേരം അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ചിന്തിച്ച് സമയം കളയല്ല വേണ്ടത്. ബാക്കി 18 മണിക്കൂറും നിരന്തരമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഉച്ചയ്ക്ക് 1.5 മണിക്കൂർ എന്ന് പറയുന്നത് കിട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ജോലിയിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു വിശ്രമവും ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രാത്രിയിൽ തന്നെ 6 മണിക്കൂറോ 7 മണിക്കൂറോ നമ്മുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ആവശ്യത്തിന് വേണ്ട വിശ്രമം നമ്മൾ എടുക്കണം. അപ്പോൾ 8 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങി എന്നുള്ള കാര്യമില്ല. ആ 8 മണിക്കൂർ കിടന്നുറങ്ങുന്നതിന് പകരം ഒരു 6 മണിക്കൂർ അഗാധമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു നല്ലൊരു വിശ്രമം കിട്ടിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു വിശ്രമം തന്നെ ആയിരുന്നു. മറിച്ച് നമുക്ക് കൂടുതൽ ക്ഷീണമായിട്ടാണ് തോന്നുന്നതെങ്കിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വേണ്ട വിശ്രമം നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. അങ്ങനെയാണെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ എല്ലാ ദിവസവും വളരെയധികം ഊർജ്ജത്തോടു കൂടി തന്നെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും ജോലിക്കിടയ്ക്ക് ഇതുപോലെ വിശ്രമം എടുക്കാൻ സാധിക്കട്ടെ. പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നമ്മുടെ ആ പ്രവൃത്തികളിൽ ഏർപ്പെടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.